ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുത്തൻ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ ഇന്നും നമ്മൾ വണ്ടിയുടെ റണ്ണിംഗ് ബോർഡിൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. റണ്ണിംഗ് ബോർഡ് കഴിഞ്ഞ ദിവസം ഞായറാഴ്ചയും പിന്നെ അതുപോലെ തിങ്കളാഴ്ചയൊക്കെ ആയിട്ട് നമ്മൾ വണ്ടിയിൽ വർക്കൊന്നും ചെയ്തില്ല. അപ്പോൾ വണ്ടിയുടെ വർക്ക് ഇപ്പോൾ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. റണ്ണിംഗ് ബോർഡ് ലെഫ്റ്റ് സൈഡിലെ റണ്ണിംഗ് ബോർഡും ഫുള്ളായിട്ട് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഡെൻറ്റിങ് വർക്കുകളാണ് പിന്നെ ചെയ്യാനുള്ളതിന്. അതുപോലെ തന്നെ ഈ കാണുന്ന സംഭവം ഉണ്ടല്ലേ, ഇതൊക്കെ ഒന്ന് ഷേപ്പാക്കി എടുക്കുക. അത്രയാണെങ്കിൽ നമ്മുടെ പരിപാടികളുള്ളൂ. മെയിനായിട്ടുള്ള വർക്ക് നമ്മുടെ റണ്ണിംഗ് ബോർഡാണെന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ ഓൾമോസ്റ്റ് നമ്മുടെ വർക്കുകളെല്ലാം ഇത് ടാസ്ക്കുള്ള വർക്കുകളെല്ലാം കഴിഞ്ഞു തന്നെയാണ് പറയാനായിട്ട്. ഇതാ നമ്മുടെ സിയറ ഓൾമോസ്റ്റ് പെയിൻറ്റിങ്ങിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുക അല്ലേ ബ്രോ? പെയിൻറ്റിങ് ഇപ്പോൾ പ്രൈമർ ചെയ്യാനായിട്ട് നിൽക്കണം ആണല്ലേ. ഇന്ന് അടിക്കുമോ? അപ്പോൾ ഇന്ന് പ്രൈമർ അടിക്കും. വണ്ടിയുടെ ബാക്കിയുള്ള വർക്കുകളെല്ലാം ഓൾമോസ്റ്റ് തീർന്നു. ഇപ്പോൾ ഇൻഡിക്കേറ്റേഴ്സ് അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ജസ്റ്റ് ഫിക്സ് ചെയ്ത് നോക്കി. ലൈറ്റുകളൊക്കെ ഫിക്സ് ചെയ്തോളൂ. പെയിൻറ്റ് ചെയ്യാനുള്ള പരിപാടികളൊക്കെ മീൻസ് പ്രൈമർ അടിക്കാനുള്ള പരിപാടികളൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു ഇൻഡിക്കേറ്ററൊക്കെ സെറ്റ് ചെയ്ത് അതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ കറക്റ്റില്ല നോക്കിയിട്ട് പഴയ ഇൻഡിക്കേറ്റേഴ്സ് തന്നെ കേട്ടോ. അപ്പോൾ നമ്മുടെ റണ്ണിംഗ് ബോർഡ് ഏകദേശം ബാക്ക് സൈഡിൽ നിന്ന് അങ്ങനെ വെൽഡടിച്ച് വന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത പണി എന്ന് പറഞ്ഞാൽ ഈ ഹിഞ്ചസ് ഉണ്ട്. ഈ സാധനം ഡോറിൻ്റെ ഹിഞ്ചസ് ഉണ്ടോ, ഷെയ്ക്ക് ഉണ്ട്. അപ്പോൾ അതിൽ പിന്നടിക്കണം. അതായത് അല്ലെങ്കിൽ ഡോറ് വീണ്ടും നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ ഡോറ് ഫിറ്റ് ചെയ്താൽ ഈ കാണുന്ന ലൈൻ ഉണ്ടല്ലോ, ഈ കാണുന്ന ലൈന് കറക്റ്റായിട്ട് നിൽക്കില്ല. അതായത് ഇതാണ് നമ്മുടെ ബോഡിയിൽ വരുന്ന ലൈന്. ഈ ലൈന് കറക്റ്റായിട്ട് ഡോറെ കൂടെ ഇങ്ങനെ വരണമെങ്കിൽ ഈ കാണുന്ന ഹിഞ്ചസിൽ പിന്നടിക്കണം, എന്നാലേ കറക്റ്റായിട്ട് വരുള്ളൂ. അതൊന്നും അതെവിടെ കേട്ടോ അടിക്കുക? ലൈറ്റിലാണോ അടിക്കണത്? ഹിഞ്ചസുകൾ മാത്രം ഊരി കൊണ്ടുപോയാൽ മതി അല്ലേ? ഇതൊക്കെ ചെയ്യണേ നമ്മൾ കാണിച്ചു തരാം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ലേ, അത് ഇത്രയും വരെയുള്ളൂ. ഇത് ഇത്രയും ഇവിടുന്ന് ഇത്രയേ ഉള്ളൂ. ഇവിടെ നിങ്ങൾക്ക് കറക്റ്റ് ഇതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടെ നിന്ന് തൊട്ട് ഇത്ര വരെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വീർത്തായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പുട്ടി കയറി ഉണ്ടോ, കണ്ടമാനം പുട്ടി കയറിയിട്ട് അത്ര ഷേപ്പ് പോയി. പുട്ടി ഇട്ടാനുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഇതേപോലെ കണ്ടില്ലേ പൊട്ടാനും സ്ക്രാച്ച് വരാനൊക്കെ സാധ്യതയുണ്ട്. ഈ ഒരു ഷേപ്പാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെ ഇതുവരെ വരുമോ ഷേപ്പ് ഏകദേശം. അപ്പോൾ കണ്ടോ, ഈ സാധനം നമ്മുടെ സിയറേൻ്റെ ഫ്രണ്ടിലെ ബസ്സിൽസ് കേട്ടോ. അത് നമ്മുടെ വണ്ടിയിൽ വെച്ച് എങ്ങനെ ഉണ്ടാവും എന്നാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഫ്രണ്ടിൽ വരുന്ന സിയറയുടെ അല്ലേ. ഇത് ഫിറ്റ് ചെയ്യണമെങ്കിൽ ഫുള്ളെല്ലാം മാറ്റേണ്ടി വരും. സംഭവം ഇല്ലെങ്കിൽ അടിപൊളിയാക്കും. അല്ല ഇവിടുന്ന് സിയറയ്ക്ക് അടിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാൻ കേട്ടോ, അടിച്ച് നോക്കാൻ വേണ്ടിയിട്ടൊരു പെയിൻറ്റ് അത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാഡോ ഗ്രേ ഒക്കെ ആയിട്ട് ഏകദേശം ഒരു ചെറിയ സാദൃശ്യമുള്ള ടൈപ്പ് ഒരു പെയിൻറ്റ് കേട്ടോ. ഒരു മാരുതിയുടെ നമ്മുടെ സൈഡ് മിററിൻ്റെ കവറിൽ വെറുതെ അടിച്ച് നോക്കിയിട്ടുണ്ട്. ഇതാണ് ഒരു കളർ വരുന്നത്. അപ്പോൾ ഏകദേശം ഒരു സ്കൈ ബ്ലൂ കളറൊക്കെ ആയിട്ട് തോന്നുന്നു. ഒരു ഡാറ്റ്സ് ആൻഡ് ഗോയുടെ കളറൊക്കെ ആയിട്ട് ഒരു മാച്ച് ചെയ്യുന്ന പോലെയുള്ളൊരു കളർ. ആക്ച്വലി ഇതിൽ ക്ലിയർ അടിച്ചിട്ടില്ല കേട്ടോ. ക്ലിയർ അടിക്കാണ്ടാണ് ഈ ഒരു കളർ വന്നേക്കണേ. ഇപ്പോൾ
ചിലപ്പോൾ ഇതായിരിക്കും ഈ വണ്ടിക്ക് അടിക്കണേ, അതല്ലെങ്കിൽ ഈ വണ്ടിക്ക്, അതായത് നമ്മുടെ 800. ബ്രോ കളർ ഫിക്സ് ആയോ? ഇതാണോ അടിക്കണേ? ഇത് മാറ്റി ഏതാ കളറ്? വരുന്ന സിൽവർ കളർ. ഓക്കെ, അപ്പോൾ ഈ കളറല്ല, ഈ കളർ 800 അടിക്കൂലേ? ഈ കളർ ഈ 800 അടിക്കാനുള്ളതാണ്. അപ്പോൾ ഇതിനടിക്കാനുള്ളത് ബലാനോയ്ക്ക് തന്നെ ഒരു സിൽവർ, ഒരു ഗ്രേ കളർ പോലെ ഇരിക്കുന്ന തന്നെ ഒരു സിൽവർ കളർ അടിക്കണം. പെയിൻറ്റ് മിക്സ് ചെയ്യണമൊക്കെ ഇവിടെ തന്നെയാണ് കേട്ടോ, അതോ പുറത്തുനിന്ന് മിക്സ് ചെയ്തുകൊണ്ടില്ലേ? ഒരു ദിവസം നമ്മുടെ വണ്ടിയുടെ സീറ്റ് ഒറിജിനൽ സീറ്റായിട്ട് ഇരിക്കുന്നത്. നമ്മൾ സീറ്റ് കവറും അതേപോലെ ഇൻറ്റീരിയറൊക്കെ ഫുള്ള് ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ സീറ്റ് കവറും ഡോർ പാഡും ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്നതായിരുന്നു നമ്മുടെ വണ്ടിയിലുണ്ടായിരുന്ന സീറ്റിൻ്റെ കവറ്. ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ അടിച്ചിട്ടേക്കായിരുന്നു. നമ്മളത് വലിച്ച് കീറി എടുത്ത് കഴിഞ്ഞപ്പോൾ ഉള്ളിൽ നോക്കുമ്പോൾ നമ്മുടെ ഒറിജിനൽ സീറ്റ് ഒരു കുഴപ്പമില്ല, ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒറിജിനൽ സീറ്റ്. ഇവിടെ മാത്രം ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്. അത് നമ്മൾ ഈ ഒരു പോർഷനായിട്ട് മാത്രം കട്ട് ചെയ്ത് മാറ്റിക്കും. കാരണം എന്താ വെച്ചാൽ ഇതേ സെയിം ക്ലോത്തിൽ മാറ്റിക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഒറിജിനൽ സീറ്റ് നമ്മൾ കളയാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഡോർ പാഡിൻ്റെ അകത്തും ഇതേപോലെ തന്നെ ആയിരുന്നു, ഇതേപോലത്തെ റക്സിൻ വെച്ച് പൊതിഞ്ഞിട്ട് അകത്ത് പഴയ ഡോർ പാഡ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ റൂഫിൽ ഇത് കംപ്ലീറ്റ് ചെയ്യണം. കാരണം അത് കീറി കളഞ്ഞിട്ടാണ് വെൽവെറ്റ് അടിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം അന്നത്തെ ഒരു ഇതിൻ്റെ ക്ലോത്തുമായിട്ട് മാച്ച് ചെയ്യുന്ന ടൈപ്പ് ഒരു ക്ലോത്ത് എടുത്താണ് ഉള്ളിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചേക്കുന്ന ടോപ്പ്. പിന്നെ അതുപോലെ തന്നെ ബാക്കിൽ കാണുന്ന ആ 2 പീസും ഏറ്റവും കാണുന്ന ടെയിൽ ഗേറ്റിൻ്റെ അകത്ത് വരുന്ന ഒരു പാഡുമാണ് നമ്മുടെ വണ്ടിക്ക് ചെയ്യാനായിട്ടുള്ളൂ. ബാക്കി സീറ്റ് നമ്മൾ വർക്ക് എടുക്കുന്നില്ല, ഒറിജിനൽ സീറ്റ് ഉള്ളതുകൊണ്ട് അത് തന്നെ വെച്ച് ചെയ്യാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഈ ഒരു പീസ് മാത്രമാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഡ്രൈവർ സൈഡിൽ ഈ ഒരു പീസ്, ഇത് ഇത്രയും വരുന്നൊരു പീസ് മാത്രമേ നമുക്ക് മാറ്റേണ്ടതായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ബോണറ്റിലുള്ള ലോഗോ അതാണ് ഇപ്പോൾ അയച്ചെടുത്തോണ്ടിരിക്കുന്നത് കേട്ടോ. അത് അഴിയില്ല, ചിലപ്പോൾ പൊട്ടിപ്പോരേ ഉള്ളൂ. നാളെ വരുമ്പോൾ കോഴിയൊന്നും പോരാ, വേറെ എന്തെങ്കിലുമൊക്കെ 2 വണ്ടിക്ക്. ഇതിന് നാരങ്ങ വേണം. അതെന്തിനാ? പെട്ടെന്ന് നാരങ്ങ ടയറിൽ വെക്കാനാ? ഇതിന് കോഴിയോ? എനിക്ക് കോഴിയാണ്, എനിക്ക് നാരങ്ങ. പെട്ടെന്ന് കള വഴി തുടങ്ങി. 2 അതും പെട്ടെന്ന് ഇറക്കണമായിരുന്നു. ഇതൊക്കെ ഈ മാസം ഇറക്കുന്ന വണ്ടികളാണ്. ഈ 3 ഈ മാസത്തെ ആകത്ത് മാർച്ചിൽ 3 നമ്മൾ പുറത്തേക്ക് പോകണം. നാളെ പൂജ? നാളെ ഇതിൻ്റെ പൂജ. ഇതിൻ്റെയോ? ആരെ പൂജയാണ്? നമ്മൾ റണ്ണിംഗ് ബോർഡ് ഉണ്ടാക്കിയെടുത്തതായതുകൊണ്ട് തന്നെ ഈ സൈഡിലുണ്ടോ ആ ഒരു പീസ്, അതായത് ഇപ്പുറത്തെ സൈഡിൽ ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്ന ഒരു പീസാണ് ഇപ്പോൾ അപ്പുറത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇതുവരെയാണ് നമ്മൾ പഞ്ച് ചെയ്തെടുത്ത റണ്ണിംഗ് ബോർഡുള്ളൂ. ഈ കാണുന്ന പീസാണ് ഇപ്പോൾ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ ബൂത്തിക്ക് അതോ ഇവിടെ മാറ്റിയിട്ട് അടിക്കാനോ? സാധനം ചെറിയ കട്ടമ്മ നിൽക്കില്ല കേട്ടോ, ചാടി മറിയും. അതിലൊന്നും നിൽക്കില്ലേ? അതൊക്കെ സിമ്പിളായി ചാടും. നമ്മൾ ഈ വെൽഡ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് കണ്ടില്ലേ, ഈ കാണുന്നത് എത്തലീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്യാസിനകത്ത് ഓക്സിജൻ. ഇത് രണ്ടും പൈപ്പിൽ കൂടെ വന്നിട്ട്
ഒറ്റ നോസിലേക്ക് ഒറ്റ ട്യൂബിലേക്ക് കണക്റ്റ് ആയിട്ട് ആണ് ഇത് കത്തുന്നത്. പണ്ട് കാർബൈഡ് ഇട്ടിട്ടായിരുന്നു ഇത് കത്തിച്ചുകൊണ്ടിരുന്നത് അല്ലേ? പണ്ട് നമ്മുടെ കാർബൈഡ് കൊണ്ടാണ് ഈ സാധനം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതായത് നമ്മുടെ കാർബൈഡിൻ്റെ കല്ല് കഷ്ണങ്ങൾ അതിനുള്ളിലിടും, ഒപ്പം വെള്ളം ഒഴിക്കുന്നതിനനുസരിച്ചാണ് നമ്മുടെ വെൽഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇത് എന്താ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റേതിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് കാർബൈഡ് നിറച്ച് കൊടുക്കണം. ഇതിനകത്താകുമ്പോൾ ഗ്യാസ് തീരാറാകുമ്പോൾ കുറ്റി കൊണ്ടുപോയി റീഫില്ല് ചെയ്ത് വന്നാൽ മതി. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ റണ്ണിംഗ് ബോർഡിൻ്റെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു മെയിൻ വർക്ക് കഴിഞ്ഞു തന്നെ വേണം പറയാനായിട്ട് കേട്ടോ. ഗായ്സ്, അപ്പോൾ CRIൻ്റെ പ്രൈമർ കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് 2K പ്രൈമറൊക്കെ അടിച്ച് നിർത്തിയേക്കാണ് ഇപ്പോൾ വണ്ടി ഉള്ളത്. ഇനി എത്ര കോട്ട് പ്രൈമർ വരും? ഒരു 2 കോട്ട് വരും. 2 കോട്ട് കൂടി 2K അല്ലേ ഇത്? ഒരു കോട്ട് 2K അടിച്ചിട്ട് ഇപ്പോൾ വണ്ടി ഇങ്ങനെ നിർത്തിയേക്കാം. നമ്മുടെ വണ്ടിയുടെ ഡോറിൻ്റെ വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഡോറ് കട്ട് ചെയ്തിട്ട് അടിയിലൊരു പീസ് മാറ്റാനായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഡോറിൻ്റെ ഈ കാണുന്ന ഇതിൻ്റെ ലെങ്ത്തിൽ ഏകദേശം ഇവിടെ നിന്ന് തൊട്ട് ഇതുവരെ കട്ട് ചെയ്തിട്ട് മാറ്റാൻ പോവാം. അതിനെന്താണെന്ന് വെച്ചാൽ ഇവിടെ ഫുള്ള് തുരുമ്പ് കയറിയിരിക്കണോണ്ട് ഉണ്ടല്ലേ, മൊത്തം തുരുമ്പിച്ചു പോയി. ഇപ്പോൾ ഈ ലൈൻ ഇട്ടെങ്ങനെ മടക്കി അടിക്ക് പോകാനുള്ളതല്ലേ? അപ്പോൾ നമ്മുടെ കട്ട് ചെയ്യാനുള്ള സാധനം ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് ഇവിടോട്ട് കയറ്റി വെക്കാൻ പോകണം. ആ
ഇതാണ് നമ്മുടെ ഡോറിൻ്റെ അടിയിലത്തെ ഒരു പീസ് അല്ലേ. ഇതാണിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഒരു പീസ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഫുൾ തുരുമ്പാണ്, കാരണം ഈ കോർണറിൽ തുരുമ്പുണ്ട്. ഇവിടെ ഉണ്ട്, ഇത് നിറച്ച തുരുമ്പായി. ഈ സൈഡിലും ഫുൾ തുരുമ്പ് കയറിയേക്കണോണ്ട് നമ്മൾ ഈ ഭാഗം മാത്രം ചെയ്തിട്ട് കഴിഞ്ഞാലും ആ സൈഡ് മാത്രം ചെയ്തിട്ട് കഴിഞ്ഞാലും നമുക്ക് പിന്നെയും അവിടെ തന്നെ തുരുമ്പ് വരാനുള്ള സാധ്യതയുണ്ട്. അവിടെ ഉണ്ടല്ലേ. അതുകൊണ്ട് അതേപോലെ വേറെ സംഭവം പെയിന്റും ശരിക്കും പിടിക്കില്ല അല്ലേ. വേറെ പ്രൈമറൊക്കെ നമ്മുടെ ഈ സാധനം കയറാണ്ട് പെയിന്റ് പിടിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ നമ്മ പിടിച്ചിട്ടില്ലേ ഫുള്ളായിട്ട് പിടിക്കണം പ്രൈമറിൽ. ഫുള്ളായിട്ട് വരയ്ക്കണല്ലേ. ഉള്ളിൽ വേണമെന്ന് അടിച്ചു വിടും നല്ലത്. സൈഡ് മാത്രമേ കട്ടിപ്പോകും. മഴ വരാൻ പോട്ടെ. മഴ എല്ലാം ഇവിടെ വരും. കേട്ടിട്ട് കട്ട് ചെയ്യാൻ ഗ്യാപ്പ് കയറാണ്ട് നല്ല അടിയിലാണ്. അത് ഇനിയും കട്ട് ചെയ്യാണ്ട് മനസ്സിലാണ്. നമ്മൾ കേട്ടിട്ട് വെഞ്ചരിക്കാൻ ഈ ആക്കണത്തിട്ടുണ്ട് ശേഷം അത്യാവശ്യം നമ്മുടെ ഡോറാണ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റൈറ്റ് സൈഡിലെ ഡോറ് ഇതുണ്ടല്ലോ. ഇപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. സൈഡിൽ നിന്ന് ഇത്രയും ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കട്ട് ചെയ്ത് മാറ്റിയ പീസ് പുറത്തുനിന്ന് ഫിക്സ് ചെയ്തിട്ട് അത് ആ ഷേപ്പ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഗൈസ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ. നമ്മുടെ വണ്ടിയുടെ ഇപ്പോൾ ഏകദേശം ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും റണ്ണിംഗ് ബോർഡ് കാര്യങ്ങളെല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മുടെ വണ്ടിയുടെ വർക്കുകളെല്ലാം വളരെ ഫാസ്റ്റായിട്ട് തന്നെ പോകുന്നതായിരിക്കും. കാരണം കുറച്ച് ഡെൻറ്റിങ് വർക്കും അങ്ങനെയുള്ള കുറച്ച് വർക്കുകളാണ് നമ്മുടെ വണ്ടിയിൽ ഇനി ബാക്കിയായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ നേരെ ബാക്കി പെയിൻറ്റിങ്ങിൻ്റെ വർക്ക്, ബാക്കി എ സിൻ്റെ വർക്ക് ഇതിനൊക്കെ ആയിരിക്കും അടുത്ത്. അപ്പോൾ നമ്മൾ പാച്ച് വർക്ക് കംപ്ലീറ്റ് ഇവിടുന്ന് കഴിഞ്ഞതിന് ശേഷം എ സിയുടെ വർക്കിനായിട്ട് നമ്മൾ വണ്ടി ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട്. എ സിയുടെ പൈപ്പ് കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യാനായിട്ട് തിരിച്ചു കൊണ്ടുവന്നിട്ട് പിന്നെ പെയിൻറ്റിങ്ങിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങും. അതിൻ്റെയൊക്കെ ആയിരിക്കും വരുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്നാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും. അതുകൊണ്ട് ബൈ.